ഇന്നലെ ഒരു മാധ്യമ സുഹൃത്ത് എന്നോട് ചോദിച്ചു, രാത്രി ഇവിടെ വന്ന് മഴയത്ത് നമ്മൾ ഇരിക്കുമ്പോൾ, ഈ ഉപരോധ സമരത്തിന്റെ ലക്ഷ്യം എന്താണെന്ന്. ഇതിനെക്കുറിച്ച് എത്രയോ പറഞ്ഞില്ലേ? മോർച്ച വന്നു, മഹിളാ മോർച്ച വന്നു, ഇവിടെ യുവമോർച്ചന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉപരോധ സമരത്തിന്റെ എന്താണ് ലക്ഷ്യം? ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഇന്നും പറയുന്നു. ഇവിടെ ഇരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻജിക്കും ദേവസ്വം മന്ത്രിയായ വാസവനും സാധാരണ ജനങ്ങളുടെ വേദനയും ദേഷ്യം ഇതുവരെ മനസ്സിലായിട്ടില്ല. വളരെ ദേഷ്യമുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. അത് കൃത്യമായി അറിയിപ്പിക്കാനാണ് ഇവിടെ എല്ലാ BJP സഹപ്രവർത്തകർ എത്തിയിരിക്കുന്നത്. ഈ സന്ദേശം ഓരോ സഹപ്രവർത്തകരും ഓരോരോ സാധാരണക്കാർ പറയുന്ന അവരുടെ വേദനയും ദേഷ്യവും ആ സന്ദേശം പറയാനാണ്, കൊടുക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശബരിമലയിൽ 4.5 കിലോ സ്വർണം കൊള്ള ചെയ്ത സർക്കാരാണ് ഈ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നത്. ഗുരുവായൂരിൽ 25 കോടി കൊള്ള ചെയ്ത സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡിൽ നിന്നും കൊള്ള ചെയ്ത സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ കൊള്ള ചെയ്ത ഈ സർക്കാർ, എന്റെ മുഖ്യമന്ത്രി ഈ കൊള്ളയെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇത് വീഴ്ചയാണ്. ആ സമയം കഴിഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. കൊള്ളയെ കൊള്ളയായിട്ട് ഞങ്ങൾ കാണും. കൊള്ളക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് ജയിലയക്കും. ഞങ്ങൾക്ക് കൃത്യമായ ഇൻഫർമേഷൻ ഉണ്ട്. SIT തെളിവ് കണ്ടുപിടിച്ചിട്ടുണ്ട് വാസവൻ മന്ത്രിന്റെ ഇതിന്റെ ഒരു റോൾ. അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ നോക്കണ്ട, ഞങ്ങളത് സമ്മതിക്കില്ല. കുറ്റം ചെയ്തിട്ടുണ്ട് ദേവസ്വം മന്ത്രി, കുറ്റം ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡിനെ ഒരു ദല്ലാൽമാരുടെ സംസ്ഥാനമാക്കിയത് നമ്മുടെ ദേവസ്വം മന്ത്രിയാണ്. ഇതിന്റെ ഒരു കോൺസിക്വൻസ് കിട്ടണം. അത് ഞങ്ങൾ അതിനു വേണ്ടി സമരം ചെയ്യും. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു. ഇനിയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും. വിശ്വാസികളെതിരെ ഇതൊരു വഞ്ചനയാണ്. ശബരിമലയുടെ എതിരെ ഒരു ദ്രോഹമാണ്. ഇത് വേറെ ഏതെങ്കിലും ഒരു മതത്തിന്റെ പള്ളി ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതി? വീഴ്ച എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവോ മുഖ്യമന്ത്രിക്ക്? ഉണ്ടാവില്ല. ഇത് ഹിന്ദുക്കളുടെ അമ്പലമാണ്, അതുകൊണ്ടാണ് ധൈര്യം. ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി, അതുകൊണ്ടാണ് ധൈര്യം. ആ കാലം കഴിഞ്ഞു. ഇനി ഞങ്ങളെ ദ്രോഹിക്കാൻ സമ്മതിക്കില്ല. അത് BJP ഈ കടമ ഏറ്റെടുത്തു.